ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലവും അടുത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ വീട്. ഓക്കെ, ഇത് മീനായി ജംഗ്ഷനിലോട്ട് പോകുന്ന റോഡാണ്. ഇത് നമ്മളെ എന്താണ് പന്നിക്കുഴി, തൊട്ടപ്പുറത്തെ സ്ഥലം പന്നിക്കുഴി. ഇതിലെ റോഡൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി പല പ്രാവശ്യം വന്ന് അളന്നിട്ടൊക്കെ പോയെങ്കിലും റോഡൊന്നും ആയില്ല കേട്ടോ. ഇതൊക്കെ ഒരു സ്വകാര്യ വ്യക്തിയാണ് ഈ റോഡ് ഇതുവരെയെങ്കിലും കൊണ്ടെത്തിച്ചത്. അവിടെ ഒരു തേരിയുണ്ട്, ആ തേരി വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോഡ്. ബാക്കി താഴോട്ടുള്ളത് ഫുള്ള് ഇടിച്ചതാണ് കേട്ടോ. ഇനി ഓരോ സ്ഥലങ്ങളായിട്ട് കാണിച്ചു തരാം. നമ്മളെ സ്ഥലത്തോട് ചേർന്ന് തന്നെ ഒരു തോടുണ്ട് കേട്ടോ. ഇതിലേ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇതിലെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അത് അവിടെ ആയിട്ട് നമ്മുടെ ഗ്രൗണ്ട്, ഞാൻ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകണ ഗ്രൗണ്ട് അവിടെയാണ് കേട്ടോ. അത് അവിടെ ഒരു വലിയ മരം നിൽക്കണ കാണാൻ പറ്റും. കണ്ടോ, അതൊക്കെ കാണാൻ പോകുന്നത്. അതിൽ നിൽപ്പുണ്ട്, ഒരു വലിയ മരം നിൽപ്പുണ്ട്. അവിടെയാണ് ഗ്രൗണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതാണ് തോട്. ഈ കൊല്ലം മഴയൊക്കെ പെയ്തിട്ടും വലിയ രീതിക്കുള്ള വെള്ളമൊന്നും വന്നില്ല കേട്ടോ. ഇതുപോലെയുള്ള ഇഷ്ടംപോലെ ചെറിയ വഴികളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട്. ഓരോരുത്തരുടെയും വിളക്കകത്തൂടെയൊക്കെയാണ് ഈ വഴിയുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ തോടുണ്ട്. വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടേക്കും വെള്ളം വരും. ഇതിലായിരുന്നു നേരത്തെ വഴി. പിന്നെ ഇവിടെ ചെളിയായപ്പോഴത്തേക്ക് ഇതുപോലെ കാടൊക്കെ കയറി. അപ്പോഴേ അതിലൊന്നും നടക്കാൻ പറ്റില്ല. കണ്ടോ, ഇവിടെ ഒരു വളവാണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് സ്പീഡിന് വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ സൈഡിൽ ഒരു പാറയുണ്ട്, അവിടെ ചെന്ന് ഇങ്ങനെ തട്ടിയിട്ടാണ് താഴോട്ട് പോകണം. ഇവിടെയാണ് ഞാനൊക്കെ ചെറുതിലെ കുളിക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മളെ വീട് ഇരിക്കുന്നത് ഗോവടയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ എന്തോ കണ്ടോ, അവിടെ കാണുന്നതാണ്. അതാണ് വീട്. ഇവിടെ അടുത്തിരിക്കണ എല്ലാം ബന്ധുക്കളെ വീട് തന്നെയാണ് കേട്ടോ. ഇവിടെ താഴെ ഇറങ്ങുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു ഭംഗിയുള്ളത്. ഇവിടെ ഇപ്പോൾ ആളുകൾ ഇതിലൊന്നും നടക്കില്ല, ആ ഒരു വഴി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാടൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിക്ക് കിടപ്പുണ്ട്. ഞങ്ങള് ഇതിലൂടെ നടന്ന് ഈ പാറ ചാടി അപ്പുറത്ത് പോകും. അതേപോലെ അതിലെ ആളുകൾ വന്നു കഴിഞ്ഞാലും പാറ ചാടി ഇപ്പുറത്ത് വന്ന് ഇതിലേ കയറി ഇങ്ങോട്ട് പോകും കേട്ടോ. മുമ്പ് ഇവിടെ ഈ സൈഡ് കാണണ്ട, ഇവിടെ ഫുള്ള് ഈറ നല്ല രീതിക്ക് ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലും മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ടും കൂടെ ഷേപ്പിലൊക്കെയാണ് കിടന്നത്. അപ്പോഴേ ഇവിടെ ഭയങ്കര ഒരു എന്തോന്ന് തിക്ക്, ഒരു കാട്ടിനുള്ളിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണൂലേ, അതേ കണക്കാണ് കിടന്നത് കേട്ടോ. പക്ഷേ വെള്ളം വന്ന് ഒരു പ്രാവശ്യം നല്ല രീതിക്ക് വെള്ളം വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഈറയൊക്കെ വെട്ടിക്കളയേണ്ടി വന്നു. കാരണം മരമൊക്കെ ഒടിഞ്ഞു വീണ്. പിന്നെ അതിനുശേഷം പിന്നെ ഇതുപോലെയാണ് ഈറ കിടക്കുന്നത്. ഇപ്പോൾ വേസ്റ്റൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. രാവിലെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടും ജോലി കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഈ തോട്ടിലിറങ്ങി ഒരുപാട് തവണ കുളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5-6 കൊല്ലം കൊണ്ട് ഞാൻ ഈ തോട്ടിൽ വന്ന് കുളിക്കാറില്ല. പൈപ്പിൽ നിന്ന് തന്നെയാണ് കുളിക്കുന്നത്. സംഭവം ചെവിക്കകത്ത് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് മുങ്ങിക്കുളി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തോട്ടിലിറങ്ങിയൊന്നും കുളിക്കൊക്കെ ഇല്ല. അതുകൊണ്ട് പൈപ്പിൻ്റെ വെള്ളത്തിലാണ് കുളിക്കൊക്കെ. ചെറുതിലേക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ വന്ന് ചാടി മറിഞ്ഞ് മണിക്കൂറോളം കുളിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പലയിടത്തും വീണ് കയ്യും കാലും ഒക്കെ മുറിഞ്ഞ് വീട്ടിൽ ചെന്ന് അടിയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ദിവസങ്ങളുമുണ്ട്. ചേട്ടനും ചേച്ചിയും എല്ലാവരുമായിട്ടൊക്കെ ഒരുമിച്ച് ഞങ്ങളൊക്കെ വന്ന് ഇവിടെ നിന്ന് ഒരു ബഹളം തന്നെയായിരുന്നു. അത് നമ്മൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാ പിള്ളേരും അവരിപ്പോഴും വന്ന് കുളിക്കണുണ്ട് കേട്ടോ. പക്ഷേ ഈ പുതിയ തലമുറയിലുള്ള ആരും ഇങ്ങനെ തോട്ടിലൊന്നും വന്ന് കുളിക്കുന്നതോ മീൻ പിടിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ വണ്ടികളൊക്കെ ഉണ്ടായി കളിച്ചുകൊണ്ട് നടക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. ഞങ്ങളുടെ ആ ഒരു ടൈം പീരീഡിലൊക്കെ ഉള്ള പിള്ളേരാണെങ്കിൽ ഫുൾ ടൈം ഇതുപോലെ തോട്ടിൽ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒക്കെ വന്ന് ആ ഒരു ദിവസം ഫുള്ള് മിക്കവാറും ഈ ഒരു എന്തുവാ പറയണ ഈ ഒരു ഇട്ടാവട്ടത്തിനുള്ളിൽ എല്ലാവരും കാണും. അങ്ങനത്തെ ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള പിള്ളേർ ഒന്നുകിൽ മൊബൈലിൽ അല്ലെങ്കിൽ വീടിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ എല്ലാവരും അല്ല കേട്ടോ പറയണ, ചിലരെങ്കിലും അങ്ങനെ ആയിരിക്കും. ഞാനങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് കറങ്ങി അവസാനം എൻ്റെ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തോട്ടിൻ്റെ നടുക്കൊക്കെ ഇറങ്ങി കേട്ടോ. ഞാൻ നടന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ലിപ്പറിയാണ്, അതുപോലെ തന്നെ ഒഴുക്കുമുണ്ട്. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയും കണ്ടൊക്കെയാണ് നടക്കുന്നത്. ഇൻ കേസ് വീണ് കഴിഞ്ഞാലും കുഴപ്പമില്ല, പഴയ ഓർമ്മകളൊന്നും കൂടെ പുതുക്കാമെന്നുള്ള മൈൻഡിലാണ് നടക്കുന്നത് കേട്ടോ. അതായത് നല്ല ഒരു സന്തോഷം തോന്നി. കുറേ നാളിന് ശേഷം തോട്ടിലിറങ്ങിയതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഒരു ഞണ്ടിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ.